ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ഉള്ളിലുള്ള ഒരു സൂപ്പർ പവർ ഉണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത് ആ ഒരു സൂപ്പർ പവർ എടുത്തിട്ടാണ്. കാരണം ഒരാഴ്ചയായിട്ട് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര സുഖത്തിലല്ല. ഞാൻ ആ ഒരു ഫീലിങ്സ് മാറ്റി വെച്ചിട്ട് എൻ്റെ സൂപ്പർ പവറിനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ജോബിൽ കയറിയിട്ടുള്ളതും ഞാൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നതും ഒക്കെ ഞാൻ ആ ഒരു സൂപ്പർ പവർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഈ ഒരു സൂപ്പർ പവർ എന്നുള്ളത്. പക്ഷേ നമ്മളിൽ പല ആളുകളും അത് തിരിച്ചറിയുന്നുമില്ല, നമ്മളത് യൂസ് ആക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും, ഈ രണ്ട് മൈൻഡ് വെച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ നമ്മളെല്ലാം കാണും കേൾക്കും ചെയ്യുന്നുണ്ട്, എല്ലാ ഫീലിങ്സും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മളെ മൂഡും ചേഞ്ച് ആവുന്നത് എന്നുള്ളതാണ്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടോ അതാണ് നമുക്ക് തിരിച്ച് കിട്ടുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളൊന്നും അറിയാതെ, അതല്ലെങ്കിൽ നമ്മളൊന്നും മനസ്സിലാക്കാത്ത നമ്മളൊരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സൂപ്പർ പവറുള്ള സൂപ്പർ ശക്തിയുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും, എവിടെയും നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ വിജയിച്ചിട്ടുള്ളത് ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പം ഇന്നും കൂടെ ഞാൻ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ്, ഞാൻ പഠിച്ചത് വെച്ചിട്ടല്ല, ഞാൻ അനുഭവിച്ചതും കൂടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ, നിങ്ങൾ മണിച്ചിത്രത്തായി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതൊരു ഫിലിമാണ്, ആക്ട് ചെയ്യുകയാണ് എങ്കിൽ കൂടെ ആ ഒരു ആക്ടിങ് അവിടെ ആ ഒരു ഡയറക്ടർ വെറുതെ ചെയ്തൊരു സംഭവമല്ല. അതിൽ ശോഭന ഒരു കട്ടിൽ പൊക്കുന്ന ഒരു സംഭവമുണ്ട്. അത് അവരെ ബോധ മനസ്സോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അവരറിയുന്നില്ല, അറിയാതെയാണ്. ഇതുപോലെ നമ്മൾക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ചില ആളുകൾ ചുമരിൽ കുത്തും, അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചിട്ടൊക്കെ വേദന ആക്കുമ്പം അവരെ ബോധ മനസ്സോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. ഉള്ള ശക്തി ഭയങ്കര അല്ലേ. അതുപോലെ തന്നെ മാനസികമായിട്ട് കൂടുതൽ ആ ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ എത്തുന്ന ആളുകളൊക്കെ ചെയ്ത് കൂട്ടുന്ന പല കാര്യങ്ങളും അവർ ബോധ മനസ്സോട് കൂടിയിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ അവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർക്ക് ഭയങ്കര ശക്തിയാവും. നമ്മൾ ഒരാളൊന്നും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ 2-3 ദിവസമൊക്കെ ഉറക്കമൊക്കെ ഒഴിഞ്ഞ് ചിലപ്പോൾ ഫുഡൊന്നും കഴിക്കാതൊക്കെ ആവും. എന്നാലും അവരൊരു ശക്തി, നമ്മളവരെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പിടിക്കാൻ പറ്റില്ല. 2-3 ആളുകളൊക്കെ പിടിച്ചിട്ട് വേണ്ടി വരും അവരെ നമ്മളൊന്ന് പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർക്ക് ആ ഒരു ശക്തി എവിടെ നിന്ന് കിട്ടി? നിങ്ങൾ ചിന്തിക്കാത്തൊരു കാര്യമാവും. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കിട്ടുന്ന ഒരു പവറാണത്. അതിന് ഭയങ്കര പവറാണ്, ഭയങ്കര ശക്തിയാണ്. നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും അപ്പുറത്താണ്. അപ്പോൾ അതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക, നമ്മളത് മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു ശക്തി ഉണ്ട് എന്നുള്ളത്. നമുക്ക് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ തീരെ ഒരു സുഖമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം, പറ്റ ടയർഡായി കിടക്കുകയാണ്, എണീക്കാൻ പോലും ഒരാളെ സഹായം വേണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സമയം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിങ്ങളെ കാലിൻ്റെ അടിയിൽ കൂടെ ഒരു പാമ്പ് പോയി എന്ന് വിചാരിക്കും. നിങ്ങൾ എണീറ്റ് ഓടൂലേ? നിങ്ങൾ അവിടെ ഇരിക്കുമോ? എൻ്റെ കാലുവേദന അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ ആ ശക്തി? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് ഒരു തീപിടുത്തം എന്തെങ്കിലും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എണീറ്റിട്ട് ഓടിപ്പോകില്ലേ? അപ്പോൾ ഈ ഒരു ശക്തി നമ്മളെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, അപ്പോൾ ഓടാൻ പറ്റിയിട്ടുള്ളത്, രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളത്. കാരണം നമ്മൾ അവിടെ കാണുന്നുണ്ട് നമ്മളെ മരണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പേടി ഉണ്ടല്ലോ, ആ പേടിയാണ് നമ്മളപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് ആ ഒരു സൂപ്പർ പവർ നമ്മൾക്ക് തന്നിട്ട് നമ്മൾ ഓടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്കത് സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും, നമ്മളിപ്പോൾ പഠിക്കേണ്ട കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കി, നമുക്ക് ആ ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് വിജയങ്ങൾ നമുക്ക് ഈ ഒരു സൂപ്പർ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉന്നതിയിലെത്താൻ പറ്റും. ഒരുപാട് വിജയങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇമ്പോസിബിൾ എന്നുള്ളൊരു വാക്ക് നമുക്ക് ഉണ്ടാവില്ല, എല്ലാം പോസിബിൾ ആവും എന്നുള്ളതാണ്. അത് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി നമ്മളെ കോൺഷ്യസ് മൈൻഡിന് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കണം, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ ഉള്ളിലുള്ള ആ ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഈ സംസാരിക്കുന്നത് ഈ ഒരു സൂപ്പർ പവർ എടുത്തുകൊണ്ട് തന്നെയാണ്. അതിനെ പറ്റും ഞാൻ എൻ്റെ പല വിജയങ്ങളും ഞാൻ കണ്ടെത്തിയിട്ടുള്ളതും ആ ഒരു സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. എല്ലാവർക്കും നിങ്ങളെ സൂപ്പർ പവർ ഉപയോഗിക്കാൻ പറ്റട്ടെ. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ യൂസ്ഫുൾ ആക്കി വെക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ബ്രെയിനിലുള്ള ഓരോ കോശങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും, നമ്മളതിൻ്റെ ഓരോ പവറുകളെ കുറിച്ചിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിലും, നമ്മളറിയാത്ത ഒരുപാട് ശക്തികൾ, ഒരുപാട് സ്കില്ലുകൾ, ഒരുപാട് കഴിവുകൾ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളറിയാതെ അതിനെ ഉപയോഗശൂന്യമാക്കി അതിനെ തുരുമ്പെടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മളിൽ പല ആളുകളും. അപ്പോൾ എല്ലാവർക്കും അത് വർക്കൗട്ട് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചിട്ട് അറിയണമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും
ഇനിയുള്ള വീഡിയോസുകളിൽ അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.